ഞങ്ങൾ പോകുന്നത് അബുദാബിയിലേക്കാണ്. അപ്പൊ എന്താണ് കഥ അബുദാബിത്തെ പരിപാടികള്? അബുദാബിയില് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ എണീച്ചപ്പോ അബുദാബി പോകണം തോന്നി. അവിടെ നമ്മളെ പഴയ ഫ്രണ്ട്സ് ഉണ്ട്, പണ്ട് നിന്ന സ്ഥലം. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വേഗം വരാം, അത്രേ ഉള്ളൂ. ഹായ്, ഒരു ഹായ് കൊടുക്ക്. ഹായ്, ഒരു അവ കൊടുത്താ, ഒരു ലൈക്ക് കൊടുത്താ. അപ്പൊ ഞാൻ പണ്ട് നിന്ന ക്യാമ്പാണ് ഈ വലത്തേഭാഗത്ത് കാണുന്നത്. ഇവിടെ ആയിരുന്നു ഒരു 3.5 കൊല്ലം. ഇതില് ഏതാണ്? അതിന്റെ ഉള്ളിലേക്ക് പോകണം. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, നമുക്ക് ഇപ്പം കയറാൻ പറ്റൂല. പണ്ട് കയറിയ മാതിരി ഇപ്പം പറ്റൂലല്ലോ. ക്യാമ്പ് കണ്ട് ക്യാമ്പൊക്കെ തിരിച്ചു വരും. തിരിച്ചു വരുമോ? തിരിച്ചു വരുമല്ലോ. അല്ല, ഇനിയിപ്പോ എങ്ങട്ടാ പോണ നിങ്ങള്? അടുത്ത് നമുക്ക് ഷെരീഫാക്കാൻ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളെ അയൽവാസി ഷെരീഫാക്ക. പിന്നെ നിങ്ങളപ്പാന്റെ ഫ്രണ്ടും ആണ് അല്ലേ? ഒരാൾ ഇവിടെ ഷൂ ഒക്കെ ഊരി സെറ്റ് ആയിക്കണം. അത് ഉറങ്ങിയിരുന്നു, ഇപ്പൊ എണീച്ചു. അയ്യോ, വിശക്കുണ്ടാ? അയ്യോ, ഇതല്ല അബുദാബിയൊക്കെ ഷാർജ. എന്താണ് നിങ്ങക്ക്? At the roundabout, take the 4th exit on AR Raha 8th Street. ഇവിടെ സിഗ്നൽ ഉണ്ടോ? എന്താണ് മറ്റുള്ള ഇറങ്ങാൻ നേരത്തെ ബെൽറ്റ് ഇടുന്നു. ബെൽറ്റ് ഇടേ? ഇനിയിപ്പോ അത് ഇട്ട് കൊടുക്കണം. മറ്റേ നമ്മള് പ്ലെയിനിൽ ഇടലില്ലേ, അതേമാതിരി. ഹലോ, അതാ ഞങ്ങൾ ഇട്ട ലൊക്കേഷനിലുണ്ട്. തന്നെ വണ്ടിന്റെ കഴിഞ്ഞാ? ഞാൻ ക്യാമ്പിന്റെ കണ്ടു പോട്ടെ. എന്നാല് അതെ അതെ, ഓക്കെ, ശരി ശരി. ടാണിപ്പച്ച അയ്യോ, ഡോറിനെ കാണിച്ചെടുത്താ ബേബി, ഡോറിനെ കാണിച്ചെടുത്താ. തലപൊട്ടിയാ? ഇത് പേടിക്കണതിനാ? സാരില്ല കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ ഉള്ളിലുണ്ടോ? എനിക്കാണ്ട് എൻട്രി ചെയ്യല്ല. ഞാന് നമ്മുടെ മറ്റേ ഭാഗല്ലേ, ഗേറ്റ്, പമ്പിന്റെ ഭാഗത്തുള്ള ഗേറ്റ്, അവിടെ ഉണ്ട്. അവിടെ വരണോ? എവിടെ വരണ്ടേ? മറ്റോടത്ത് വന്നാ മതിയോ? ഓക്കെ ഓക്കെ. അല്ല, ഫാമിലി ഉണ്ട്. അവരൊന്നും ആരും അകത്തോട്ട് വിടൂലല്ലോ. അകത്തോട്ട് വിടൂല. നീ പുറത്തോട്ട് വാ. ഓക്കെ. ആരാണ് കാക്കത്? എന്റെ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറയുമ്പോ നിങ്ങളെ റൂമിലല്ലോ, അപ്പം പണിയെടുത്താണ്. ഹലോ മിസ്റ്റർ ലാസർ ഭായ്, എവിടെ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങള് വലിയ ആൾക്കാർ. ഇത്തോസത്തെ നിങ്ങള് ദേഷ്യപ്പെടും. നിങ്ങൾക്ക് ഒരു കോൾ ഇങ്ങോട്ട് വിളിച്ചൂടെ? എവിടെ ഉള്ള ഇപ്പൊ? ഞാന് കമ്പനിയിലൊരു റോട്ടർ തന്നെ. പിന്നെ വീട്ടിലെല്ലാം നിന്റെ മോളെങ്ങനെ? സുഖം. ഞാനിവിടെ അബുദാബി ഉണ്ട്. അബുദാബിലാ? എവിടെ? ഞാൻ നമ്മുടെ ക്യാമ്പിന്റെ മുമ്പിലുണ്ട്. നീ ക്യാമ്പിലാ? ഷബയിലുണ്ട്. 12 ഞാനിപ്പോ. 12 നീ വന്നിട്ട് ഇവിടെ വന്നിട്ട് വിളിക്കുക. നമ്മുടെ മലബാറിന്റെ ഇവിടെ വന്നിട്ട് വിളിക്കുക. ഫാമിലി ഉണ്ട് കൂടെ. ഫാമിലി വീട്ടിൽ വന്നപ്പോഴേ. ഓക്കെ. എൻ്റെ റഫീഖിൻ്റെ ആദ്യത്തെ കമ്പനിയിൽ ഒപ്പം വർക്ക് ചെയ്ത ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ വക ഒരു പാക്കറ്റ് കുനാഫലായിന് കിട്ടി.
അങ്ങനെ ഓരോരോ പഴയ കഥകളൊക്കെ സംസാരിച്ച് അവിടെ നിന്ന് അപ്പോഴേക്കും നമ്മുടെ അയൽവാസിയായ ഷെരീഫാക്ക അവിടെ എത്തി. അങ്ങനെ ലാവിനെ കുറച്ച് കളിപ്പിച്ചൊക്കെ ചെയ്തു. പിന്നെ ഒരുതായിട്ടുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ച് മൂപ്പര് പോയി. അടുത്ത ആളെ വിളിക്കുകയാണ്. ഇത് റഫിയാക്കാൻ്റെ ഇളാമൻ്റെ മോന് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹലോ മിസ്റ്റർ ഫസൽ മച്ചമ്പി അബുദാബി. ഇവിടെ റൂമിലുണ്ടോ? ഞാന് ഒരു 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് വരാം. നീ ചെട്ടിട്ട് നിൽക്ക്, ഞാൻ വരുന്നു. അച്ചി എന്ന് പറഞ്ഞ മുട്ടായി അടിപൊളി ടേസ്റ്റ് ആണത്. അത് തന്നിട്ട് ഞാൻ പിന്നെ തിന്നാൻ വിചാരിച്ച പേഴ്സിൽ വെച്ചതാ. ആ ചൂടത്ത് അലിഞ്ഞ് പിളിഞ്ഞ് പേഴ്സ് മാറി. അതിനെന്ത് ചൂട്, അത് കയ്യിൽ രണ്ടും വെച്ചിരിക്കാം. ഞാൻ ഡ്രൈവിംഗിന്റെ ടെസ്റ്റ് ഇല്ലേ, ഈ റൂട്ടുമ്പോ കൂടെ ഓടിച്ചു പോയത്. നിനക്ക് ഇവിടുന്നല്ലേ കിട്ടിയത് ലൈസൻസ്? പക്ഷെ ഇവിടെ അന്ന് ഓടിച്ചില്ല, ദുബായിൽ ഓടിച്ചു കാറ് അല്ലേ? ആ എന്താണ് ബേബിയാ? ബേബിക്ക് ഇവിടെ വീണെടുക്കും. ഇവിടെ ചൂട് എപ്പോഴാ അവസാനിക്കല്? സാധാരണ ഒക്ടോബർ ഒക്കെ ആകുമ്പോ തണുപ്പ് ചൂട് കുറഞ്ഞിങ്ങനെ ചെയ്യും. ഇപ്പൊ പണ്ട് ഇപ്പൊ പുറത്ത് നിൽക്കുന്ന കാര്യമല്ലല്ലോ ഇപ്പൊ. പണ്ട് സുറൂറിന്റെ കൂടെ ഇതിൽ കൂടെ ഒക്കെ അത്ഭുതപ്പെട്ട് പോയാളാ. ഇതാണ് സഫീർ മാള്. എന്താ മാളാണ്? സിനിമ കാണാൻ വന്നത്. നിങ്ങള് സിനിമ കാണാൻ ഇനി ഞാൻ ഉണ്ടായിട്ട് പോവാൻ പറ്റില്ല. നമുക്ക് അറിയാമല്ലോ, മമ്മൂട്ടിന്റെ ഒരു സിനിമ ചെയ്യാൻ മറ്റേ കണ്ണൂർ സ്ക്വാഡ്. രാത്രി 1 മണിക്കത്തെ ഷോക്ക് ഇവിടെ കാണാനാ. ആ റോഡിന്റെ അപ്പുറം കാണാൻ ഡൽമാമാളെന്താ അല്ല വെറുതെ പറഞ്ഞത്. അല്ല എന്താണത്? ഒരു മാള്. അല്ല ഇനി അങ്ങട്ടാ ചോറ് തന്നല്ലേ? ചോറ് എന്നാ ഫസലിനും കാണാം. ആ ഫസലിന്റെ അവിടെ ഇതുണ്ടാ, ഹോട്ടലുണ്ടാ? ഷാബിയില് ഹോട്ടലേ ഉള്ളൂ. നമ്മുടെ സെയ്ദ് ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഫുള്ള് ആൾക്കാർ തന്നെ അല്ലേ? എവിടെല്ലേ? എന്താ റൂമില്? എപ്പോഴാണ് സ്റ്റാർട്ട്? ഉറക്കത്തിലാ? ഞാന് ഇവിടെ ഉണ്ട്, ഷാബിയിലുണ്ട്. ഞാന് വരാം. അതിന് മുമ്പ് ഞാനൊന്ന് അലാമാന്റെ മോനുണ്ട് ഇവിടെ, അപ്പൊ ഓനൊന്ന് കണ്ടാക്കൊള്ളാം. അയക്കുന്നല്ലോ. ഞാനിപ്പോ 9-ലുണ്ട്. ജയിച്ചിട്ടോ. ഞാൻ ഇവിടെ ഒന്ന് തർത്തിപ്പാക്കിയിട്ട് വരാം. അത് മതി മുത്തേ. വേറെന്താ വേണ്ടി? ചായ കേട്ടാല് ആടാ, ഞാൻ ഇപ്പൊ വരാം. എത്ര മണിക്കാ എനിക്ക് സ്റ്റാർട്ട്? 7 മണിക്കാ? അപ്പം വരും. ഞാൻ എപ്പോഴാ വരുന്നേ? അപ്പൊ ഓക്കെ സെറ്റ്. മിസ്റ്റർ മച്ചമ്പി, ഞാൻ അയച്ച ലൊക്കേഷന്റെ അടുത്തുണ്ട്. ഞാന് ഒരു ഉള്ളിക്കുള്ള ഒരു സ്ഥലത്തേക്ക് നിൽക്കാം. ഇത് ഏത് ഭാഗത്താ? ഏത് ഹൈപ്പർ മാർക്കറ്റ്? സിറ്റി സെന്റർ ഹൈപ്പർ മാർക്കറ്റ്. ഒരു മിനിറ്റ്. അപ്പോ ഞാനിപ്പോ എവിടെ ഉണ്ടെന്ന് അറിയാം എനിക്ക്. ഞാനിപ്പോ ഉള്ളത് ഡ്യൂൺസ് സിറ്റി സെന്റർ ഹൈപ്പർ മാർക്കറ്റ് അല്ലേ? കർട്ടക്. അപ്പൊ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ഞാൻ. ഒരു മിനിറ്റ്. ഞാൻ സിറ്റി സെന്ററിന്റെ മുമ്പിലുണ്ടല്ലോ. ഇത് ബാക്ക് സൈഡിലാണോ എന്റെ എൻട്രൻസ്?
ഞാൻ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇപ്പൊ പാർക്കിംഗ് സീൻ ആവുന്നത്. ഞാൻ സിറ്റി സെന്ററിന്റെ ഫ്രണ്ടിലുണ്ട്. ഒന്ന് ഓണടിച്ചു. നാട്ടിൽ നിന്ന് ഒരാഴ്ച എത്തിട്ട്. എല്ലാരും ഉണ്ട്. അതാണ് എടാമന്റെ മോന്. പഴയ ഫ്രണ്ട്സും എല്ലാരും ഉണ്ട്. അല്ല ഇവിടെ ഇരിക്കുക. ഇതിന്റെ ഒരു പോള. ഫാമിലി ആയിട്ട് ഞാനിവിടെ പണ്ടത്തെ ക്യാമ്പൊക്കെ കണ്ടിട്ട് ഓർമ്മണ്ട്. എന്നാലും ഓർമ്മ നിങ്ങളത് ധാരാണേ. ഒരു മുട്ടായി എടുത്താ ആശുപത്രിയിലാണ് വന്നിട്ടുണ്ടോ? എന്നാലും നല്ല ഓർമ്മ ഉണ്ടല്ലോ. താന്നൂര് പോയപ്പോ ഇവന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഇനി നേരെ ചോറ്. റൂം അവിടെ എനിക്ക് റൂം ഉണ്ട് പോലെ പാർക്കിംഗ് ഫ്രീ. അവിടെ ബാക്ക് സൈഡിലും പോയേക്കണ. അവിടെ ഞാൻ ഡ്രസ് മാറ്റിട്ടെ പോയിട്ട് ചോറ് ഞാൻ ഉണ്ടാക്കിണ്ടത് കഴിക്കോ? എന്നാ മൂത്രക്കല്ലേ വാ റൂം പോവാ. നിങ്ങൾ ഉണ്ടാക്കിട്ടോ പറ്റാത്ത അവിടെ കൊള്ളൂല. നിങ്ങൾ കമ്പനിത്തെ ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ? ഒരു മാത്രമേ ഉള്ളൂ? കല്യാണം കഴിഞ്ഞു. പരമാവധി രാവിലെ കുളിക്കലില്ല. അല്ല വാതിലടിക്കണ. ഇതാണ് നിങ്ങളെ മണിയറല്ലേ? അവിടെ ഇരിക്കില്ലായോ? ഇവിടെ ഓഫ് ഷോറിൽ പോയതാണ്. നമ്മൾ വന്ന് ബാഗ് എടുക്കും കഴിച്ചു. ഇവിടെ അടുക്കള രസമുണ്ട്. ഞാൻ ഉണ്ടാക്കിയതാ. ചപ്പാത്തി ഉണ്ടാക്കിട്ടല്ലോ. എനിക്ക് ഈ ചിക്കൻ എങ്ങനെ ഇവിടെ വന്നിട്ട് ശരിയായ മനസ്സൊക്കെ ഒന്ന് വന്ന 2 ദിവസം പനി പിടിച്ചു പോയി. ക്ലൈമറ്റ് ചിക്കൻ മേടിച്ചതാ. പാത്രങ്ങളാ എല്ലാം ഉണ്ട്. ഇത് പീസുകൾ വെച്ചപ്പോ കട്ട പിടിച്ചു പോയി. ചിക്കൻ കറി വെക്കാനാണ്. ചെയ്യണം. പ്രോട്ടീൻ ഒക്കെ
പിന്നെ കുക്കിംഗ് കയ്യിലേ ഇതാ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, റൈസ് ഉണ്ട്. ചപ്പാത്തി ആള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മറ്റേ എന്താ പറയാ ഡാൽമയിലുള്ള ഞാൻ മറ്റേ സാമ്പിൾ സാധനം അടിച്ചതിന് വെച്ചു നിങ്ങൾ എന്തിച്ചിട്ടാ പറയണ ഞങ്ങൾക്ക് അറിയാം. ഈ റാശി ചെറ്റിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കൊടപ്പാളിയാണോ അയ്യപ്പനാവാന്ന് അഹമ്മദ് മഗ്രിബിന്റെ ഞാൻ ഊതൽ റോസ് നോക്കി. റിഫാഖന്റെ എളാമന്റെ മോന്. ആ ഇവിടെ എന്താ ചെയ്യണ നിങ്ങള്? ഞാൻ നേഴ്സാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഈ മാസം 22 വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും ലൈവ് കാണാൻ പറ്റി. ഇനി പോന്നാല് ഇതല്ല ഇതാണ് കമ്പനിയിലെ വേറൊരു ഫ്രണ്ട്. എല്ലാരും വിശന്ന് ടയർഡായി. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കാനുള്ള യാത്രയാണ്. അയ്യേ പിന്നെ അവിടെ പോയിട്ട് അതിനെ കാണാൻ പോയാ എന്താന്ന് അറിയാം ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വർത്താനം എനിക്കറിയാലോ. ഇത് നാട്ടിൽ കൂടെ പഠിച്ചൊരു ഫ്രണ്ടാണ്. അങ്ങനെ നമ്മള് ഫ്രണ്ടിന്റെ കുട്ടി ചായ കുടിക്കാൻ പോവാ. അവിടുന്ന് നല്ല പോലെ കൊടുത്താൽ തിന്നൂല, ഇവിടുന്ന് തിന്നു ചായ. ബാത്റൂമിലൊക്കെ പോയി ചേഞ്ച് ചെയ്ത് വന്നതാ. ചായ സാമ്പിളൊക്കെ അങ്ങനെ മൈദി ബസ്കരിക്കാൻ പള്ളിയിലേക്ക് പോവാണ്. അതാണ് പള്ളി. നല്ല രസമുണ്ടല്ലേ പള്ളി? കളിക്കാൻ പറ്റും. അതന്നെ എങ്ങനെ അങ്ങോട്ട് പോലെ അങ്ങനെ ഒപ്പം വർക്ക് ചെയ്ത അടുത്ത ആളെയും കണ്ടു. നമ്മളെ ബംഗാളി കാക്കാനെ കണ്ടിട്ട് തിരിച്ച് പോവാൻ നിൽക്കാം. മൂപ്പർക്ക് നമ്മള് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. ദുബായിലൊരു ഫാമിലി ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് മൂപ്പരും ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രണ്ടിൻ്റെ വക ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ അബുദാബിയോട് യാത്ര പറഞ്ഞു. അങ്ങനെ അൽക്കൂസിൽ ഫ്രണ്ടിനാക്കി. അപ്പോൾ ഇന്നത്തെ ദിവസം അബുദാബിയിൽ അങ്ങ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ആക്കാം?
എന്തായാലും നിങ്ങൾക്ക് മുതലായത്, കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ കാണാൻ പറ്റിയില്ല. Exit to അങ്ങനെ ഇന്നത്തെ ഫുഡൊക്കെ ഫ്രണ്ട്സുകളെ വക ആയതുകൊണ്ട് ഇനി കെടുക്കാനുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.